വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിലുള്ള റെസ്പിറേഷൻ എന്ന് പറയുന്ന മെക്കാനിസം എന്താണ്, അവ എത്ര ടൈപ്പ് ഉണ്ട്, അതിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് എടുക്കുന്നത്. നമ്മൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു റെസ്പിറേഷൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫിക്സേഷൻ നടത്തി ഫുഡ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആ ഒരു ഫോമിൽ, ഗ്ലൂക്കോസ് എന്നുള്ള ആ ഒരു ഫോമിലാണ് മെയിൻലി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസ്പിറേഷന്റെ സമയത്ത് എന്താവശ്യത്തിനും എനർജി ആവശ്യമാണല്ലേ. അപ്പോൾ ഈ ഒരു റെസ്പിറേഷന്റെ സമയത്ത് ഈ ഫുഡിലുള്ള കാർബൺ ബോണ്ട് ഉണ്ടാവുമല്ലോ, ആ കാർബൺ ബോണ്ട് ബ്രേക്ക് ആയിട്ട്, അതായത് ഓക്സിഡേഷൻ വഴി അവ ബ്രേക്ക് ആവും. അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി അവിടെ റിലീസ് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സാണ് ആക്ച്വലി റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ റെസ്പിറേഷൻ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്. എയ്റോബിക് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജനും അനേറോബിക് ഓക്സിജൻ ഇല്ലാത്ത കേസിൽ നടക്കുന്ന റെസ്പിറേഷൻ. അങ്ങനെ രണ്ട് ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എയ്റോബിക് റെസ്പിറേഷനിൽ വരുന്ന ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് ആണ് മെയിൻലി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിൽ എന്താ നടക്കുന്നത്, ഈ ഒരു എയ്റോബിക് റെസ്പിറേഷന്റെ സമയം എന്താണ്? എയ്റോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ ഈ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ഓക്സിഡൈസ് ചെയ്തിട്ട് ഓക്സിഡൈസ്ഡ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുകൂടാതെ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയും ആക്കി മാറ്റുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഗ്ലൂക്കോസിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ആക്കി റിലീസ് ചെയ്യുന്നതും എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പം അതിന് മെയിൻലി കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 സ്റ്റെപ്സ്. ഒന്നാമത്തേത് ഗ്ലൈക്കോളിസിസ് ആണ്. ദെൻ വരുന്നതാണ് ക്രെബ്സ് സൈക്കിൾ. പിന്നെ അതിൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു ക്രെബ്സ് സൈക്കിളിന് ശേഷം ലാസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോഴാണ് അവിടെ ആക്ച്വലി എനർജി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചത് 3 സയന്റിസ്റ്റുമാർ ചേർന്നിട്ടാണ്. എംഡൻ, മേയർഹോഫ്, പാർനാസ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലൈക്കോളിസിസിന് എംഡൻ, മേയർഹോഫ്, പാർനാസ് പാത്വേ അല്ലെങ്കിൽ EMP പാത്വേ എന്നുള്ള പേര് വന്നത്. ഓക്കെ, ആ ഒരു 3 സയന്റിസ്റ്റുമാരാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചത്. ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് വെച്ചാൽ ലിറ്ററലി അതിൻ്റെ അർത്ഥം ഷുഗറിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ലൈസിസ് ചെയ്യുക. ലൈസിസ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഷുഗറിന് ഉള്ള ഗ്രീക്ക് വേർഡാണ് ഗ്ലൈക്കോസ് എന്ന് പറയുന്നത്. ലൈസിസ് എന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ്. ഇത് രണ്ടും ഗ്രീക്ക് വേർഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു 3 സയന്റിസ്റ്റിന്റെ ഫുൾ ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് ഗുസ്തവ് എംപെഡ്, ഓട്ടോ മേയർഹോഫ്, ജെ പാർനാസ്. ഈ 3 സയന്റിസ്റ്റാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. അപ്പം എന്താണ് ഈ ഒരു ഗ്ലൈക്കോളിസിസ്? ആദ്യമായിട്ട് എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ അവർ 2 മോളിക്യൂൾസ് ഓഫ് പൈറൂവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ 2 പൈറൂവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. പക്ഷെ അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. പ്രൈമറി സ്റ്റെപ്സും ഉണ്ട്, പിന്നെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സും ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്, എവിടെയൊക്കെയാണ് എനർജി യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് എനർജി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഈ ഒരു ഗ്ലൈക്കോളിസിസിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റാണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റാണ്. അവിടെ ഒരു എൻസൈം ഉണ്ട്. ഈ ഒരു ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്ന എൻസൈമിന്റെ പേര് ഹെക്സോകൈനേസ് ആണ് കേട്ടോ. അതിവിടെ ആഡ് ചെയ്യണം. ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിലാണ്, എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഹെക്സോകൈനേസ്. ഓക്കെ, ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഈ ഒരു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇവിടെ ഒരു എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ATP ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ATP ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി അതിനെ എന്താക്കി മാറ്റും? ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആക്കി മാറ്റും. ഇതെല്ലാം 6 കാർബൺ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ATP യൂട്ടിലൈസ് ചെയ്തിട്ട് ADP ആക്കി മാറ്റും. ഓക്കെ, ATP അതായത് മെയിൻലി ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ഒരു സ്റ്റേജിൽ 2 മോളിക്യൂൾസ് ഓഫ് ATP ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ATP ഉണ്ടാകലല്ല, 2 മോളിക്യൂൾസ് ഓഫ് ATP അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻലി ഗ്ലൈക്കോളിസിസിൽ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ടത്. അതിനുശേഷം അടുത്തത് വരുന്നതാണ് ഈ ഒരു ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളിൽ നിന്ന് 2 മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഇതൊരു 6 കാർബൺ ആണല്ലോ, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 കാർബൺ ആയിട്ടുള്ള ഒരു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും പിന്നെയുള്ളത് 3-ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡും 3-ഫോസ്ഫോ PGAL എന്ന് പറയും. ഓക്കെ, 3-ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, 2 3 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇതെന്താ ഇവിടെ ഇങ്ങോട്ട് ഇറിവേഴ്സിബിൾ ആണ്. ഈ ഒരു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് PGAL ആയിട്ട് മാറാം, തിരിച്ചങ്ങോട്ടും മാറാം. ഓക്കെ, അപ്പം ഈച്ച് PGL മോളിക്യൂൾ ഈസ് ഓക്സിഡൈസ്ഡ്. അതിനുശേഷം ഈ ഒരു 3-ഫോസ്ഫോഗ്ലിസറാൾഡിഹൈഡ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു? ഓക്സിഡൈസേഷൻ നടന്നിട്ട് 1,3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാക്കും. അതും 3 കാർബൺ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഒരു NADPH ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, NADPH ഈ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകുന്നുണ്ട്. സോ അതാണ് ഒന്നാമത്. ആദ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്, വേറെ ഒന്നുമല്ല, NADPH ആണ് ഉണ്ടാകുന്നത്. ഓരോ PGAL മോളിക്യൂളും ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് NAD+ റിഡ്യൂസ് ചെയ്തിട്ട് NADPH ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ഗ്ലിസറിക് ആസിഡ് എന്തായിട്ട് മാറും? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. 1 and 3 പൊസിഷനിലുള്ളത് ഇപ്പോൾ ഇവിടെ മാത്രമേ ഫോസ്ഫേറ്റ് ഉള്ളൂ, 3 പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഒരു ATP ഉണ്ടാകുന്നുണ്ട്, അവിടെയും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ATP മോളിക്യൂൾ ഈ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകും. ഇനി ഈ ഒരു 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. പക്ഷെ ഈ ഒരു സമയത്ത് വാട്ടർ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ എനർജി അല്ല ഉണ്ടാകുന്നത്, വാട്ടർ ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ഇനി ഒരു 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പിന്നീട് എന്തായിട്ട് മാറും? PEP, ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ്. ഇതൊക്കെ 3 കാർബൺ ആണ്. ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് ലാസ്റ്റ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ അവിടെയും ഒരു ATP ഉണ്ടാകുന്നു. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ATP ഉണ്ടാകുന്നത്, എവിടെയാണ് NADPH ഉണ്ടാകുന്നത്, എവിടെയാണ് ATP യൂസ് ചെയ്യുന്നത്, ഇതാണ് ഗ്ലൈക്കോളിസിസിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ATP യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 3 സ്ഥലങ്ങളിലാണ് എനർജി ഉണ്ടാകുന്നത്, 2 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഇല്ലാണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൈക്കോളിസിസിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, അപ്പം ആകെ മൊത്തം എത്ര എനർജി ഉണ്ടായി, എത്ര മോളിക്യൂൾ ATP ഉണ്ടായി എന്നുള്ളൊരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്ന പോലെ തന്നെ ഇവിടെയും സെയിം സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ATP ഉണ്ടാകുന്ന കേസൊക്കെ പറയുമ്പം ഒന്നാമത് ഇവിടെ ഒരു മോളിക്യൂൾ ഈ ഒരു ഇവിടെ എന്തുണ്ടാവും? ഒരു NADPH ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തും ഒരു NADPH ഉണ്ടാവുമല്ലോ. സോ ഈ ഒരു ഗ്ലൈക്കോളിസിസിൽ 2 NADPH ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്. പിന്നെ ATP ആണെങ്കിൽ ഒരു ATP ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു ATP ഈ ഒരു പൊസിഷനിലും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ പൊസിഷനിലും ഇപ്പുറത്തും ഇതേ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ 2 ATP, ഇവിടെ 2 ATP. സോ ടോട്ടൽ എത്ര ATP ഉണ്ടാകുന്നുണ്ട് ഗ്ലൈക്കോളിസിസിൽ? 4 ATP ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൽ 2 എണ്ണം മുകളിലുള്ള പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ 2 എണ്ണം ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 2 എണ്ണം യൂട്ടിലൈസ് ചെയ്താൽ ബാക്കി എത്രയുള്ളൂ? ടോട്ടൽ ഈ ഒരു ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന ATPയുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഓൺലി ആണ്. 2 ATP ആണ് ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്നത്. 2 NADPH ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ഗ്ലൈക്കോളിസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജി. ഓക്കെ, 2 ATP മോളിക്യൂളും 2 NADPH. അപ്പം
ഈ ഒരു 2 NADPH എന്ന് പറയുന്നത് എത്ര ATP ആണ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഒരു NADPH എന്ന് വെച്ചാൽ 3 molecules of ATP ആണ്. 3 molecules of ATP ആണ്. 2 NADPH എന്ന് വെച്ചാൽ അത് എത്ര ATP ആണ്? 3 ATP ആണ് 2 NADPH എന്ന് വെച്ചാൽ. സോ എത്ര ATP ഇവിടെ ഉണ്ടാകുന്നുണ്ട്? 6 ATP. ഓക്കെ, 2 NADPH എന്ന് വെച്ചാൽ അത് 6 ATP ആണ്. സോ ടോട്ടൽ 6 + 2 8 ATP molecules ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് 8 ഉണ്ടാകുന്നത്? 2 എണ്ണം അവിടെ ഡയറക്റ്റ്ലി ഉണ്ടാകുന്ന ATP molecules, ബാക്കിയുള്ള 6 എണ്ണം NADPH ൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതായത് 2 NADPH അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 6 ATP ആയിട്ട് മാറും. സോ ടോട്ടൽ 8 ATPയും 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾ. ഓക്കെ, 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾ. 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ 3 കാർബൺ ആയിട്ടുള്ള 2 പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ടോട്ടൽ 8 എമൗണ്ട് ഓഫ് എനർജി, 8 ATP അവിടെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.